കുംഭപൂ 2025 നമ്മുടെ ഓണം സെലിബ്രേഷൻ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വന്നേക്കും കേട്ടോ. നമുക്ക് അനുവദിച്ചേക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു. വേഗം തന്നെ നമ്മുടെ അത്തപ്പൂകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ജഡ്ജസൊക്കെ വന്ന് മാർക്കൊക്കെ ഇടും. ഇപ്പുറത്താണെങ്കിൽ ഓണം ഗെയിംസ് വളരെ ആവേശപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗേൾസിൻ്റെ ബോയ്സിൻ്റെ എല്ലാം കസരകളി ഉണ്ടായിരുന്നു. നമ്മുടെ ടീമാണ് കപ്പടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചു കപ്പടി എന്നാണ് ഈ കാണുന്നത്. നമ്മുടെ പൂക്കളാണ് ഈ കാണുന്നത്. ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ. അതിവിടെ കൊടുത്തേക്കാവേ, ഒന്ന് കയറി കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ഈ ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു തീം മനസ്സിലാവുന്നുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂറാട്ടോ. പുറത്താണെങ്കിൽ നമ്മുടെ കണ്ണുകെട്ടിക്കളിയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഉറിയടി മത്സരം കേട്ടോ. ഗേൾസിൻ്റെ ബോയ്സിൻ്റെ കൊണ്ടായിരുന്നു ആവേശകരം. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പുറകിലേക്ക് പോയ സമ്മാനം കിട്ടുന്ന നമ്മുടെ ഓണം ഗെയിം, അതായത് വടംവലി, ഗേൾസിൻ്റെ വടംവലി കേട്ടോ. നമ്മുടെ ടീമാണ് ഈ വലിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിതരായിട്ട് വന്നിട്ട് എല്ലാവരും ഈ വെയിറ്റ് നിൽക്കുന്ന എന്നതിനാ സദ്യ കഴിക്കാൻ വേണ്ടി. അങ്ങനെ സദ്യ കഴിച്ചു. സ്ലോട്ട് അനുസരിച്ച് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവരും ടീം ഒരുമിച്ച് വന്നിരിക്കാൻ വേണ്ടിയാണ് ടൈം സ്ലോട്ട് ഉള്ളത്. അങ്ങനെ പഴവും പപ്പടവും പായസവും അവിയലും ഉപ്പേരി എല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് വിശന്നിരിക്കുക കേട്ടോ. ടീം ലഞ്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ലഞ്ച് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. ലാസ്റ്റ് ഇയർ നമുക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ വർഷമാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ 2025 ഓണം സദ്യ കഴിക്കുക കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ഡയറ്റ് എല്ലാം മറന്നിട്ട് ഇരിക്കുകയാണ്. കാരണം ഓണം ഒന്നല്ലേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് പഴവും പപ്പടവും പാലടയൊക്കെ കൂട്ടി, അതുപോലെ തന്നെ അടപ്രഥമനും 2 പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി വയർ നിറച്ച് കഴിച്ചു. ഇനിയും നമുക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ ലുക്ക്? എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് രണ്ടാമത്തെ ദിവസത്തെ ലുക്ക്. സെറ്റ് മുണ്ടൊക്കെ ഒരു തരത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് വന്നേക്കും കേട്ടോ. ഇനിയിപ്പം നമുക്ക് ആഘോഷം ഉച്ച കഴിഞ്ഞാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് തീർക്കാനുള്ള കുറച്ച് വർക്കൊക്കെ ഉണ്ട്. വർക്ക് മുഖ്യം ബിഗിലേ. അങ്ങനെ ചെണ്ടമേളമൊക്കെ കേട്ടിട്ട് അവിടെ ഇരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. നേരെ ഇറങ്ങിപ്പോന്നു. ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കൊട്ടിക്കലാശം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സെലിബ്രേഷൻ അവസാനിക്കത്തുള്ളൂ കേട്ടോ. ലാസ്റ്റ് നമുക്കൊന്ന് തുള്ളിച്ചാടുകയൊക്കെ ചെയ്യണ്ടേ. ഇനി കുറച്ചധികം ഗെയിംസിൻ്റെ എല്ലാം പ്രൈസ് കൊടുക്കാനുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ കൊടുക്കും. നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇതൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എങ്ങനെ അങ്ങനെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ വിന്നേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഇതേപോലെ ട്രോഫിയൊക്കെ കൊടുത്തു. മലയാളി മംഗിക മത്സരത്തിൻ്റെ ട്രോഫിയാണ് ഇപ്പം വാങ്ങിക്കൊണ്ട് പോയത് കേട്ടോ. ഇനി അങ്ങോട്ട് ലാസ്റ്റ് ജയിച്ച ടീമിൻ്റെ സന്തോഷം, അതുപോലെ തന്നെ പിന്നെ അവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു. പ്രൈസ് കിട്ടിയവരും കിട്ടാത്തവരും എല്ലാം നമ്മുടെ ഓണത്തിൽ ആഘോഷിക്കും. വെറുതെ ഒരു ഗെയിം, പക്ഷേ അടിപൊളിയാണ്. എൻജോയ് ചെയ്യുക ഗൈസ്. നമ്മൾ കുറച്ച് നേരം അടിപൊളി ചെണ്ടമേളമൊക്കെ കേട്ട് ഇതുപോലെ തുള്ളി ചാടി വൈബ് അനുസരിച്ച് അങ്ങ് ചാടി കേട്ടോ. നിങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ എന്നാണ് ഗൈസ്? അപ്പോൾ അതൊക്കെ ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അയ്യോ പറയാൻ മറന്നു. ഹാപ്പി ഓണം. താങ്ക് യു. ബൈ.